തന്നെ കടിച്ച് പാടാന്ന് ചോദിച്ചപ്പോൾ ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ പട്ടി ഉണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് പറയുമ്പോ സാത്താന്റെ മുഖം പോണണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. RJ ബിൻസി 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. നമ്മുടെ RJ ബിൻസി, സ്വന്തം RJ ബിൻസി സ്വന്തം അനിയത്തിയായ മറിയ വന്നിട്ടൊരു വീഡിയോ ഇട്ട് കരഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. എന്നെയും RJ ബിൻസി പട്ടിയെ പോലെ കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ അത് കണ്ട സങ്കടം തോന്നും, അത്രമേല് ഇങ്ങനെ കടിച്ചു മുറിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ തമ്പും അങ്ങനെ തന്നെ പട്ടിയെ പോലെ കടിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അത് അറം പറ്റിയത് പോലെയായി. ഇവിടെ സത്യം അത് RJ ബിൻസി കടിച്ചതല്ല, പട്ടി തന്നെയാണ് കടിച്ചത് എന്നാണ് RJ ബിൻസി പറയുന്നത്. ഒക്കെ ഉള്ളത് തന്നെ. അതായത് നമ്മുടെ സാത്താന്റെ ചാനലിൽ ഈ പറയുന്ന വീഡിയോ, അതായത് സാത്താൻ എന്ത് ചെയ്തു, ഈ പറയുന്ന RJ ബിൻസിയെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു. എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ ബിൻസി കൊടുത്ത എക്സ്പ്ലനേഷൻ, ഞാൻ പറഞ്ഞത് ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെയാണ്. നമ്മൾ വിചാരിച്ചത് പോലെയൊന്നുമല്ല. അവരെന്ന് പറയുന്നത് അടയും ചക്കരയും പോലെയാണ്. എപ്പോഴും സഹോദരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹമുള്ളവരാണ്. അത് വെറുതെ ഞാൻ അറിഞ്ഞും കൂടിയില്ല, അത് ചിലപ്പോൾ അവിടുത്തെ പട്ടി കടിച്ചതാണ് എന്നുള്ളതാണ് RJ ബിൻസിയുടെ ആ ഒരു വിശദീകരണം തന്നെയല്ലേ. നമുക്ക് എന്തായാലും സത്താൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് ഓൾറെഡി ബിൻസി അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതുപോലെ തന്നെ പറയുകയാണ്. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇത് കൺവിൻസ്ഡ് ആവുമെന്നോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അതായത് അത്ര ഓക്കെ ആയിട്ട് തോന്നണമെന്നൊന്നുമില്ല. അപ്പൊ ബിൻസി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് ബിൻസി അടുത്ത് പറഞ്ഞു, ബിൻസി എന്താണോ പറഞ്ഞു അതുപോലെ ഞാൻ എന്ത് ചെയ്യാം, പ്രേക്ഷകരുടെ അടുത്ത് പറയാം. പക്ഷെ ഇത് ആൾക്കാർക്ക് കൺവിൻസിങ് ആവണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അതായത് യഥാർത്ഥം പറഞ്ഞാൽ ഇതിന്റെ ബോഡി ലാംഗ്വേജിന് സാത്താൻ എന്നെ ഇത് കൺവിൻസിങ് ആവുന്നില്ല. സാത്താൻ പോയിട്ട് പിന്നെ വേറെ ആർക്കായാലും അരിയാഹാരം കഴിക്കുന്ന മന്ദബുദ്ധി അല്ലാത്ത ആർക്കും ഇത് കൺവിൻസിങ് ആവത്തില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ബിൻസി പറഞ്ഞതെന്ന് കേൾക്കാം. ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ നേരെ അവളുടെ അടുത്ത് ചോദിച്ചു, എടി ഫോൺ റെക്കോർഡ് ചെയ്യേണ്ടെന്നുള്ള അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി അത് വേറെ കുറെ വിഷയങ്ങളായിട്ട് മാറണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. അല്ല, അവൾ പറഞ്ഞ കാര്യം പറയാണ്. അവൾ പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞു, എടാ എനിക്കറിയത്തില്ല, അത് അവളുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം. ഇനി അവളുടെ അടുത്ത് വീട്ടിൽ അവളിപ്പോൾ FM എന്തോ ഇരിക്കുമായിരുന്നു, അപ്പോൾ ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, എടാ ഇനി അത് ചെന്നിട്ട് ഇനി സംസാരിക്കണം, അവളിപ്പോൾ വീട്ടിൽ കിടന്ന മുട്ടൻ കരച്ചിലാണ്, അവരുടെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്നാ ബിൻസി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ബിൻസി അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി അവിടെ പോയി ചോദിക്കണം, അതായത് വീട്ടിൽ പോയി അനിയത്തി എടുത്ത് ചോദിച്ചാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, എൻ്റെ ഒരു സംശയം, ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അറിയാമായിരുന്നില്ലേ? നോട്ട് ദ പോയിന്റ്. ഫോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്വന്തം അനിയത്തി ഇങ്ങനെ ഒരു വൃത്തികേട്, ഇങ്ങനെ ഒരു വലിയൊരു അപരാധം, ഇങ്ങനെ ഒരു വലിയൊരു അപമാനം ചേച്ചിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ ഇടുകയാണ്. എന്നെ കടിച്ചു, മുടിയിൽ പിടിച്ച് വലിച്ചു നിർത്തി, കുളിച്ചു നിർത്തി, ഇടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ടാണോ തിരക്കാനുള്ളത് ബിൻസി? അപ്പൊ തന്നെ ഡയൽ ദ കോൾ ചെയ്ത ഉടനെ എന്താണ്, ഹലോ മക്കളെ എന്ത് പറ്റിയെന്ന് ചോദിക്കണ്ടേ? അത് മോശമില്ലേ? അപ്പൊ തന്നെ വിളിച്ചു ചോദിക്കണമായിരുന്നു. ബാക്കി പറ. ആണെങ്കിൽ ഇതുപോലെ നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടിരിക്കുകയാണ്, ഭയങ്കര സീനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെടി അതിനകത്ത് അവള് കൈ ഇങ്ങനെ കടിച്ച് മുറിക്കുന്ന അങ്ങനത്തെ ഒരു സീന് കാര്യങ്ങൾ, പിന്നെ മുടിയൊക്കെ വലിച്ച് ഈ സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പൊ അതെന്താണ് കൈ, അപ്പൊ അവള് തന്നെ കടിച്ച് പാടാന്ന് ചോദിച്ചപ്പോ ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് വീട്ടിലെ പട്ടി ഉണ്ട്, ഇനി പട്ടി വല്ല കടിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് പറയുമ്പോ സാത്താന്റെ മുഖം പോണണ്ട. അവന് എന്നെ ഇത് പറയാൻ നാണക്കേടെന്നുള്ളതാണ്. അവന്റെ ബോഡി അവനറിയാം താഴെ പൂര പൊങ്കാലയായിരിക്കും എന്നുള്ളത്. അതായത് അവൾക്ക് അവിടെ ആദ്യം പറഞ്ഞു എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല, വീട്ടിൽ പോയാലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നു അവൾ അവിടെ നെഞ്ചുവേദന എടുത്ത് എന്തോ ഇരിക്കുന്നു, പിന്നെ അച്ഛനും അമ്മയും ഭയങ്കര ടെൻഷനാണ് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം. അപ്പൊ താങ്കൾ വിളിച്ച് തിരക്കി. ഓക്കെ. അപ്പോ ഇവൻ പറഞ്ഞു, ഒന്ന് കൈ കണ്ടല്ലോ, കൈ കടിച്ച് മുറിച്ച്, സത്യം പറഞ്ഞാൽ 4 പല്ലും താന്ന് കിടപ്പുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വളരെ ക്രൂരതയാണ് താങ്കൾ ചെയ്തത് എന്നുള്ളതാണ് ബിൻസി പട്ടിയെടുത്ത് പറയണത്. അവിടെയുള്ള ബിൻസി പട്ടിയെടുത്ത് എനിക്ക് പറയാം, വളരെ ക്രൂരമായിട്ടാണ് നിങ്ങൾ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ബിൻസി പറയുന്നത് അത് അവിടെയുള്ള ഒരു പട്ടിയുണ്ട്, ആ പട്ടി കടിച്ചതായിരിക്കും എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ അനിയത്തിക്ക് എന്നുള്ളതാണ് എന്റെ സംശയം. ബാക്കി എന്നിട്ട് അപ്പം അങ്ങനെ ഒരു വീഡിയോ അപ്പൊ അവൾ ഇട്ടേക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേന് ബിൻസി പറഞ്ഞ, എടാ എനിക്കറിയത്തില്ല, അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ചോദിച്ചപ്പോഴത്തേക്കിനെ തമാശ കിട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞതെന്നുള്ളതാണ് ബിൻസി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം. ഓക്കെ, ഇത്ര അതായത് തമാശക്ക് ആ കുട്ടി മനസ്സിലായത്. അതൊരു തമാശക്ക് ബിൻസിയുടെ അനിയത്തി പറഞ്ഞതുപോലെ കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ടതാണ് തമാശ. അതായത് സ്വന്തം ചേച്ചി കടിച്ചു പറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുറിവുകളൊക്കെ, പട്ടി കടിച്ച മുറിവിന്, നോട്ട് ദ പോയിന്റ്, ബിൻസി പട്ടി കടിച്ച ആ മുറിവിനെ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് തമാശക്കാണ്. മനസ്സിലായി? സ്വന്തം ചേച്ചി എന്നെ ഇങ്ങനെ
കടിച്ചു എന്ന് പറഞ്ഞാൽ വെറും തമാശയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ മറ്റൊന്നുമല്ല. ഞാനും അനിയത്തിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല. അവൾ വെറുതെ ഒരു തമാശ, ഒരു രസം, സ്വന്തം ചേച്ചിയെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഒരു രസം. നാളെ ചിലപ്പോൾ അമ്മ കടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ അതൊരു രസം, ചിലപ്പോൾ അച്ഛൻ ഇടിച്ചു എന്ന് പറഞ്ഞ വീഡിയോ അതൊക്കെ ഒരു രസം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണെന്നാണ് ബിൻസി പറയുന്നത്. ഓക്കെ, ഒരു സംഭവം ഇട്ടതാണ്, വെറുതെ ഒരു തമാശ രീതിയിൽ ഇട്ടേക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അതേപോലെ ഷെയർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ 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 നിന്നെ ഇവിടെ ആരും കുറ്റം പറയില്ല. നിന്റെ ആ ഇത്രയും പറഞ്ഞു തീർക്കാൻ പറ്റാൻ നിന്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നിങ്ങൾ എന്നെ തെറി വിളിക്കരുത്, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. കാരണം ആര് കേട്ടാലും ഇത് കൺവിൻസിങ് ആവും. ഇതിനെക്കാട്ടും ഇതിനെക്കാട്ടും നിനക്ക് എടുക്കാതിരുന്നാൽ പോലെയായിരുന്നു. വേറെ എന്തെല്ലാം നുണകളുണ്ട്. ഒന്ന് ഒരു നമ്മൾ ഈ ഒരു നുണ പറയുമ്പോഴേ ഒരു 10 പേരെങ്കിലും വിശ്വസിക്കണ്ടേ? നമ്മുടെ വട്ട് ബിന്ദുവിനെ പോലെ അങ്ങനെയുള്ള നുണ പറ, ഒന്നുമില്ലെങ്കിലും കുറച്ചുപേരെങ്കിലും വിശ്വസിക്കും. മനസ്സിലായോ? തെളിവില്ലെങ്കിലും കുറച്ച്. ഇതെന്തിനാ ഇത് ഈ പറയുന്ന പട്ടി കടിച്ചെന്നൊക്കെ പറയാൻ, അവളൊരു രസത്തിന് ഇടുക എന്നൊക്കെ പറയാൻ ഒരു മര്യാദ വേണ്ടേടേ. അപ്പൊ ഇതാണ് ബിൻസിയുടെ എക്സ്പ്ലനേഷൻ. സത്യം പറയാലോ ബിൻസി വളരെ മോശം. ഇപ്പൊ ഇതൊരു ട്രെൻഡിങ് ആണ്. ദിയാ കൃഷ്ണ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ്. അമ്മ അടിച്ചു, അമ്മമ്മ അടിച്ചു, അച്ഛൻ അടിച്ചു, ഭർത്താവ് അടിച്ചു, കൊച്ചടിച്ചു, മറ്റടിച്ചു, മറിച്ചടിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കൊണ്ട് ഇടുക, റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അനിയത്തി പറഞ്ഞത് എന്താണ്? റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവളിത് ചെയ്യുന്നതെന്നാണ് അനിയത്തി പറഞ്ഞത്. പിന്നെ ആര് ബിൻസി ചെയ്യുന്നത്, ബിൻസിയുടെ സ്നേഹം എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ, ഇത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടന്നതിന് ശേഷം ബിൻസി എന്ത് ചെയ്യുന്നുണ്ട്? റീൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ആ സ്നേഹം, ആത്മാർത്ഥ സ്നേഹം, ക്യാമറയ്ക്ക് ഫ്രണ്ടിലുള്ള ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ബിൻസിയുടെ റീല് നമുക്കൊന്ന് കാണാം. ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ ഇത് വൈറലായ 1 മില്യൺ അടിച്ചു. 1 മില്യൺ 1 മില്യനാ? ആ അത് ഞാനാണത്. അത് ചേട്ടാ. ഇത് പിടി. നല്ല ഇത് രസത്തിന് വേണ്ടി, അതായത് അനിയത്തിയിട്ട വീഡിയോ 1 മില്യൺ അടിച്ചു എന്ന് വെച്ചാൽ ആ പഴയൊരു റീലാണിത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇട്ടിരിക്കുകയാണ്. അതായത് നീ ഇന്നലെ ഇട്ട വീഡിയോ വൈറലായെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു തമാശയാണ്. അതായത് സ്വന്തം ഈ പറയുന്ന സ്വന്തം ചേച്ചി എന്നെ കടിച്ചു, വലിച്ചു, കുനിച്ചീർത്തി ഇടിച്ചു, പിന്നീട് മുടിയെ ചുറ്റിപ്പിടിച്ചു, എന്നെ ഒരു സ്നേഹവുമില്ല, എന്നെ ഈ ചെറുപ്പം മുതൽ എന്നെ ഉപദ്രവമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് പിന്നീട് വെറുതെ ആയിരുന്നു. ആ വീഡിയോ വൈറലായിടാ. നാളെ നമുക്ക് ഇപ്പം ചേച്ചി കടിച്ചു എന്നല്ലേ ഇട്ടത്, നാളെ നമുക്ക് അമ്മ കടിച്ചു എന്നാക്കിയാലോ? എപ്പോഴും കടി ശരിയാവത്തില്ല. അപ്പോൾ വെട്ട് കുത്ത് ഏതെങ്കിലും ഒരു പാടെടുത്ത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്താലോ? നാളെ അടുത്ത 1 മില്യൺ അടിക്കാം. അല്ലെങ്കിൽ ബിൻസിനെ ചെയ്യൂ, ഒരു കാര്യം ചെയ്യും, എനിക്ക് പ്രതികാരം വീട്ടി എന്നുള്ള രീതിയിൽ അനിയത്തി കുറേയും കിടന്നപ്പോൾ ചൂടുവെള്ളം കൊണ്ട് വീട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യൂ. കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊള്ളലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ 1 മില്യൺ, അടുത്തത് 2 മില്യൺ ഒക്കെ ആവും. അങ്ങനെ അച്ഛനും അമ്മ അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസ് അടിക്കും. ഓക്കെ, ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാ. എന്റെ സാരി മാറ്റാൻ വന്ന എന്റെ സാരി അടിച്ചു മാറ്റാൻ നാണമില്ലേ അമ്മേ? എന്റെ സാരി കണ്ടന്റായി. എന്റെ സാരി അടിച്ചു മാറ്റാൻ നാണമില്ലേ അമ്മേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയാൽ ആലോചിക്കും. ബിൻസിക്കാൻ പോകാനുള്ള ബുദ്ധിയും വിവേകവും കൊണ്ട് അപ്പോൾ ഇരുന്ന് ആലോചിക്കും എങ്ങനെ നമുക്ക് ഇതൊരു കണ്ടന്റ് ആക്കാം. അടിച്ചു മാറ്റുന്ന വീഡിയോ, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിലെ എന്നോടുള്ള അവഗണന എങ്ങനെയാണ്, അമ്മ കൊച്ചിലെ എൻ്റെ എല്ലാം അടിച്ചു മാറ്റും, എനിക്കൊന്നും തരില്ല, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയല്ല, അമ്മ അടിച്ചു മാറ്റുകയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അമ്മയുടെ സാരി കത്തിക്കാം എപ്പടി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ സാരിനെ കൊണ്ട് കത്തിക്കുക, എന്നിട്ട് അമ്മയാണ് ചെയ്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടാൽ ഉറപ്പായിട്ടും 2 മില്യൺ അടിക്കും. വേണമെങ്കിൽ എന്നിട്ട് അടുത്ത അമ്മ വന്നിട്ട് വേണമെങ്കിൽ താങ്കളെ കുറ്റം പറഞ്ഞു, ഇത് അവള് ചുമ്മയാണ് പറഞ്ഞത്, അവൾക്ക് സ്ഥിരം പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അടുത്തൊരു വീഡിയോ ഇടാം. അപ്പോൾ അത് 2-3 മില്യൺ അടിക്കും. പിന്നീട് ഒരു വിഷയത്തെ ഇതൊക്കെ തമാശ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാം. അല്ലെങ്കിൽ അച്ഛനെ കൂട്ടുപിടിച്ചുകൊണ്ട് അച്ഛൻ്റെ ഓട്ടയുടെ ബ്രേക്ക് വേണമെങ്കിൽ അവത്തിടാം. എന്ത് പറയുന്നു, ഞാൻ ഇന്നൊരു തമാശ, ഇന്നൊരു പ്രാങ്ക് കൊടുത്തു, തമാശയാണ്, അച്ഛൻ്റെ ഓട്ടയുടെ ബ്രേക്ക് ഞാൻ അങ്ങ് അഴിച്ചിട്ടു. നാണം ഉണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയം, ഇത് അനിയത്തിയും ചേട്ടത്തിമാർ നടക്കുന്ന വിഷയം, പക്ഷെ ഇത്ര കൂടിപ്പോയി എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഇത്രയൊക്കെ ഈ മൃഗങ്ങൾ കടിക്കും പോലെയാണ്, പട്ടി കടിക്കും പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ കടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ വിഷയമായാലും ഇമാതിരി വെച്ച് കടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരു സൈഡിൽ. ചേച്ചി ഈ പറയുന്ന അനിയത്തിയോട് ചെയ്താലോ കൂടുതലൊക്കെ ചെയ്തു. അനിയത്തി എന്ത് ചെയ്തു? അതിന് ഉടനെ നേരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടങ്ങ് വന്നത്. സോഷ്യൽ മീഡിയ ആണല്ലോ ഇവിടെ പിന്നെ വിധിക്കാതിരിക്കുന്നത്, അവരാണല്ലോ വിധിച്ചെഴുതുന്നത് ആരുടെ ഭാഗത്താണ് ശരി,
ആരെ ഭാഗത്താണ് തെറ്റ്? നിങ്ങളൊരു വീഡിയോ ഇട്ടിരുന്ന അതിൻ്റെ ശരി തെറ്റും നിങ്ങളുടെ അടുത്ത് അനുകൂലിക്കാൻ കുറേ എണ്ണം കാണും, വിമർശിക്കാൻ കുറേ എണ്ണം കാണും. അതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ ഇടാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇട്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ മാത്രം കാണുക എന്നുള്ളത്. പബ്ലിക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള അഭിപ്രായം പറയുക തന്നെ ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുപോലുള്ള ന്യായങ്ങൾ ഒന്ന് അടിച്ച് നിങ്ങൾ വീണ്ടും 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 എയറിലോട്ട് പോകത്തേ ഉള്ളൂ. പട്ടി അടിച്ചതാണെന്ന്. ബെൻസി പട്ടി ഇനി അടുത്ത ആരെ കടിക്കുന്നോ എന്തോ. നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.